ഈശോയുടെ കൂട്ടുകാരെ, തിരുവിരുന്നിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തോ നിങ്ങൾക്ക് സുഖമാണോ? സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണെങ്കിൽ ഈശോയ്ക്ക് ഒരു സ്തുതി പറയാമോ? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഏറ്റവും ആദ്യം ചെയ്ത പ്രവൃത്തി ഏതാ? കുരിശ് വരച്ചു. എല്ലാവരും കുരിശ് വരച്ചോ? അപ്പോൾ നമ്മൾ കൂടുതലും പേരും എന്താ ചെയ്തത്? ഏറ്റവും ആദ്യം ചെയ്ത പ്രവൃത്തി കുരിശ് വരച്ച് കട്ടിൽ നിന്ന് എഴുന്നേറ്റു അല്ലേ? എഴുന്നേറ്റ് കുരിശ് വരച്ച് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടന്നത്. നമുക്കൊന്ന് കുരിശ് വരച്ച് തുടങ്ങിയാലോ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കുരിശ് വരച്ച് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയാണ് കുരിശ് വര പ്രാർത്ഥന അല്ലേ? നമുക്കൊന്ന് ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും ആരംഭത്തിൽ നമ്മൾ ചെയ്യുന്നത് ഏതാണ്? കുരിശ് വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥനകൾ അറിയോ? അതെന്ത് ചോദ്യം അല്ലേ? മറ്റേ നമുക്ക് അറിയുന്ന പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് സാധാരണയായിട്ട് ചെല്ലുന്ന പ്രാർത്ഥനകൾ ഏതൊക്കെയാ? എത്രയും തേളും മാതാവേ, വിശ്വാസ പ്രമാണം, പരിശുദ്ധരാജ്ഞി. അതായത് രാത്രി നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ജപമാല പ്രാർത്ഥന. പിന്നെ വേറെ എന്തെങ്കിലും? പിന്നെ നമ്മൾ ആഴ്ചയിൽ നമ്മുടെ പള്ളിയിലും നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ്? നൊവേന പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അല്ലേ? ഇങ്ങനെ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ വീട്ടിലും സ്വന്തമായിട്ടും ഒക്കെ നമ്മൾ ഒരുമിച്ച് ചേർന്നിരുന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണോ? ഒരു ദിവസം കിടക്കുന്നതിന് മുമ്പ് ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ടോ? തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്? കൂടുതലും പേരും എന്ത് ചെയ്യുന്ന കൈതാത്തിയോ? നിങ്ങൾ കൂടുതലും പേരും എന്താണ് ഒരു 5 മിനിറ്റെങ്കിലും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ പരീക്ഷയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുന്നത് സാധാരണ? മറ്റു സമയത്തൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും പരീക്ഷയുടെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ സമയം അന്ന് ഈശോയുടെ അടുത്ത് കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കും അല്ലേ? എന്താ പറയുന്നത്? ഈശോയെ ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് ഓർത്തിരിക്കാനുള്ള കൃപ തരണേ, വ്യക്തമായിട്ടും കൃത്യമായിട്ടും എഴുതാനുള്ള കൃപ തരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത്രയും ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് കയറുന്ന സമയത്തെങ്കിലും നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കും അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ? പരീക്ഷയുടെ സമയത്തും നമുക്ക് ആവശ്യമുള്ള സമയത്തും മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? അല്ല, പോരാ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എന്ത് ചെയ്യണം? ഈശോയോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ പ്രാർത്ഥിച്ച ഒരുപാട് വ്യക്തികൾ നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെയാണാവോ? ഇങ്ങനെ ഈശോയോട് നിരന്തരം പ്രാർത്ഥിച്ച കുറേ വ്യക്തികളൊക്കെ ഉണ്ട്. പറഞ്ഞോളൂ. കുരുടൻ അല്ലേ? കണ്ണ് കാണാത്ത വ്യക്തി ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ച ഒരു അനുഭവം ഉണ്ട് വിശുദ്ധ ഗ്രന്ഥത്തില്. പിന്നെ മോശ പ്രാർത്ഥിച്ചു. പിന്നെ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചു. മുടന്തൻ അല്ലേ? ഇങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ഗെയിമിലൂടെ നമ്മുടെ ഈ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന്, അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഇന്ന് പ്രാർത്ഥിക്കുന്നവരാണല്ലോ. പ്രാർത്ഥന എന്നത് ഈശോയോടുള്ള ഒരു ബന്ധമാണ്. ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ബന്ധം. വരൂ കൂട്ടുകാരെ, ഒരു ഗെയിമിലൂടെ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമ്മുടെ ഗെയിമിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു പേപ്പർ തരും. നിങ്ങൾ പെയറായിട്ടാണ് നിൽക്കുന്നത്. ഒരു പേപ്പർ തരും. നിങ്ങളുടെ നടുവിൽ ആ പേപ്പർ വയ്ക്കുക. ശേഷം ഞാനിങ്ങനെ വേർഡുകൾ പറയും. ഹെഡ്, ഫീറ്റ്, ഷോൾഡർ, നീ, ഇങ്ങനെ മാറി മാറി പറയും. ഡിസോർഡർ ആയിരിക്കും ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കണം. നിങ്ങൾക്ക് അല്പം കുനിഞ്ഞ് നിൽക്കാം. കുനിഞ്ഞ് നിന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഞാൻ ഏതാ ഹെഡാണ് പറയുന്നത്, ഹെഡിൻ്റെ കൈ വയ്ക്കുക. നീ ആണെങ്കിൽ മുട്ടിൽ കൈ വയ്ക്കുക. ഷോൾഡർ ആണെങ്കിൽ ഷോൾഡറിൽ വയ്ക്കുക. ഫീറ്റ് ആണെങ്കിൽ ഫീറ്റ്. ഇങ്ങനെ മാറി മാറി പറയും. പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നിങ്ങളുടെ പേര് ഇത് എടുക്കാതെ എന്ത് ചെയ്യണം? മറ്റേ ആൾ, ആരെങ്കിലും ഒരാൾ, നിങ്ങളുടെ പേരിൽ ആരാണോ വിന്നർ ആവുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നടുഭാഗത്ത് വയ്ക്കാം. അല്പം കൂടി അടുത്ത് വേണം നിൽക്കാം.
ശ്രദ്ധിച്ച് നിൽക്കണം. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ആർ യു റെഡി? ഓക്കെ. അല്പം കുനിഞ്ഞ് നിൽക്കാം. ഇങ്ങനെ വേണേൽ നിൽക്കാം. ഓക്കെ. പേപ്പർ എടുക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ നിൽക്കാൻ പറഞ്ഞത്. ഓക്കെ. ഹെഡ്, ഫീറ്റ്, ഷോൾഡർ, ഫീറ്റ്, ഷോൾഡർ, ഹെഡ്, നീ, പേപ്പർ. ഓക്കെ. നിങ്ങൾ ശ്രദ്ധിച്ച് നിന്ന അവർക്കൊക്കെ എന്താ വിന്നറായി അല്ലേ? ശ്രദ്ധിച്ച് നിന്നവരൊക്കെ വിന്നറായി. നമുക്ക് ഒരിക്കൽ കൂടി ചെയ്യാം. ശ്രദ്ധിച്ച് നിൽക്കണം. പേപ്പർ വെച്ചോളൂ. ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. 1 2 3 സ്റ്റാർട്ട്. ഹെഡ്, ഫീറ്റ്, ഷോൾഡർ, ഷോൾഡർ, ഫീറ്റ്, നീ, ഷോൾഡർ, പേപ്പർ. 2 പ്രാവശ്യം വിജയിച്ച ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, 3 പേര്. വെരി ഗുഡ്. നിങ്ങൾക്ക് യഥാസ്ഥാനങ്ങളിൽ പോയിരിക്കാം. ഈ ഗെയിം കളിച്ചിട്ട് വിന്നേഴ്സ് ആയവർ എത്ര പേരുണ്ട്? 2 പ്രാവശ്യം വിന്നേഴ്സ് ആയവർ. ഓക്കെ, 3 പേരുണ്ട് അല്ലേ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പോൾ കളിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനവിടെ പഠിച്ചതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിന്നർ ആവാൻ പറ്റിയെന്ന് പറയാമോ? കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്. യെസ്, കോൺസെൻട്രേറ്റ് ചെയ്തു അല്ലേ? വളരെ കോൺസെൻട്രേഷനോട് കൂടി നിന്നുകൊണ്ടാണ് ആ ഗെയിമിൽ വിന്നർ ആകാൻ വേണ്ടി മോന് സാധിച്ചത്. വെരി ഗുഡ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുകൊണ്ടാണ് അവർ വിജയിച്ചത് അല്ലെങ്കിൽ വിജയിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? കുറേ പേര് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് കോൺസെൻട്രേറ്റ് നന്നായിട്ട് ചെയ്തു അല്ലേ? കോൺസെൻട്രേഷൻ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്തു? വിജയിച്ചു. അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർ ശ്രദ്ധ കുറച്ച് കുറഞ്ഞു പോയപ്പോൾ എന്ത് ചെയ്തു? അവിടെ നമുക്ക് സമ്മാനം നഷ്ടപ്പെട്ടു അല്ലേ? നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും നമുക്ക് ഈ ഗെയിമിലൂടെ നമുക്ക് പഠിക്കാനുണ്ടോ? അതായത് പ്രാർത്ഥനയില്ലാതെ ജീവിച്ചാൽ എന്ത് ചെയ്യും? പലപ്പോഴും നമ്മൾ തോറ്റുപോകും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്ത് വേണം? പ്രാർത്ഥന എന്ന ഒരു ഗുണം നമുക്ക്, അല്ലെങ്കിൽ പ്രാർത്ഥനയാകുന്ന ഈ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീവിതത്തിൽ വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പിശാച് വന്ന് നമ്മളെ എന്ത് ചെയ്യും? തകർത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പിശാച് നമ്മളെ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ കാണിച്ച് എന്ത് ചെയ്യും? അതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് പ്രാർത്ഥനയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പം ഈശോയോട് ചേർന്നിരിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകും. പ്രാർത്ഥന ജീവിതമാകണം, ജീവിതം പ്രാർത്ഥനയാകണം. അതെ, പ്രാർത്ഥന എന്നത് ജീവിത ബന്ധിയാകണം. നമ്മുടെ മനസ്സിനെ ആത്മീയ യാത്രയിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ബൈബിളൊക്കെ വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച കുറേ പേരെ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരാണോ അത്? പഴയ നിയമത്തിൽ ആരെങ്കിലും ഉണ്ടോ? അബ്രാഹാം പ്രാർത്ഥിച്ചു അല്ലേ? അബ്രാഹാം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പ്രത്യേകിച്ച് ദൈവവുമായിട്ട് ചേർന്ന് നിന്ന പല അവസരങ്ങളും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? മോശ അല്ലേ? മോശ ഇസ്രായേൽ ജനത്തെ മുഴുവൻ നയിക്കുന്ന സമയങ്ങളിലെല്ലാം എന്ത് ചെയ്തു? ദൈവത്തോട് കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അല്ലേ? അതാണ് മോശ ചെയ്തിരുന്നത്. എല്ലാ നേരവും മോശ എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ഇനി പുതിയ നിയമത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ച ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? നമുക്ക് കാണാൻ പറ്റുമോ അങ്ങനെ ആരെങ്കിലും? പുതിയ നിയമത്തിൽ ഈശോയേന്ന് വിളിച്ച അല്ലെങ്കിൽ കർത്താവേന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച ആരെങ്കിലും കാണുന്നുണ്ടോ? മുടന്തൻ അല്ലേ? മുടന്തനുണ്ട്. പിന്നെ കുരുടനുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? കുഷ്ഠരോഗി. ഇങ്ങനെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നൊക്കെ വിളിച്ച് ഈശോയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച കുറേ പേര്. അവരൊക്കെ സൗഖ്യം പ്രാപിച്ചു. എന്നിട്ട് അത് ഈശോ അവരെ ഒന്നും സുഖപ്പെടുത്താതെ തിരിച്ചു പോയോ? ഇല്ല. ഈശോയെന്ന് വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചവർക്കൊക്കെ എന്ത് ചെയ്തു? സൗഖ്യം കിട്ടി. അവർക്കൊക്കെ ഈശോ വലിയൊരു അനുഭവമായിട്ട് ദൈവാനുഭവത്തിലേക്ക് അവരുടെ ജീവിതം മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഈശോ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്? ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ എന്തോ ഈശോയുടെ ജീവിതത്തിന് മുഴുവൻ സമയം എന്ത് ചെയ്തു? ഈശോ പിതാവുമായിട്ട് നല്ലൊരു ബന്ധത്തിലായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഈശോയെക്കുറിച്ച് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ മലമുകളിലേക്ക് കയറി അല്ലേ? മലമുകളിൽ എന്താണ്? ദൈവ സാന്നിധ്യം അല്ലേ? പിതാവുമായിട്ട് ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി എപ്പോഴും ഈശോ എന്ത് ചെയ്തിരുന്നു? ശ്രദ്ധിച്ചിരുന്നു. പിതാവുമായിട്ട് ബന്ധം അത് കാത്തു സൂക്ഷിച്ചു.
നമ്മൾ ഗത്സമനിലെ പ്രാർത്ഥനയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് കേൾക്കാം. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. യെസ്, ഈശോ പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഈശോയ്ക്ക് അറിയാമായിരുന്നു, ഈശോ സഹിക്കാൻ പോകുന്ന വേദനയെക്കുറിച്ചൊക്കെ ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു അല്ലേ? പക്ഷേ ഈശോ പറഞ്ഞത് എന്താണ്? പിതാവേ, ഇത് അവസാനമായിട്ട് ഇത് പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? പിതാവേ, അത് അങ്ങേക്കാണ് ഇഷ്ടമാണെങ്കിൽ ഞാനത് ഇനിയും സഹിക്കാം അല്ലേ? ഈശോ അവസാനമായിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഒരു പ്രാർത്ഥന ചെയ്തായിരുന്നു അല്ലേ? അതെന്തായിരുന്നു? കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താ? ഇവർ ചെയ്യുന്നത് എന്തെന്ന്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അന്ന് അത്രയും പ്രാർത്ഥിച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇനി നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കാം, അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുങ്ങാം. നമുക്കൊരു ചെറിയ വീഡിയോ കാണാം. Still can't find the answer anywhere. Fighting off the lie that no one cares. For anyone who's out there losing hope, feeling you're forsaken and alone, clinging to the last strands of your rope.
വീഡിയോ കണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നിയത്? എന്താ മനസ്സിലായത്? ജീവിതത്തിലെ എല്ലാ നിമിഷവും എല്ലാവരെയും ചേർത്ത് പിടിച്ചതിൻ്റെ അതിൻ്റെ അടിസ്ഥാന കാര്യം എന്താണ്? പ്രാർത്ഥനയായിരുന്നു അല്ലേ? നമ്മൾ കണ്ടു. പിന്നെ എന്താണ്, മരിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ പീഡിതർക്ക് വേണ്ടി അല്ലെങ്കിൽ രോഗികളായവർക്ക് വേണ്ടി, അന്ധനായവർക്ക് വേണ്ടി ഒക്കെ ഈശോ അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഈശോ. എന്താ ഈശോ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? എന്ത്? പിതാവുമായിട്ടുള്ള ബന്ധം. അത് എന്തായിരുന്നു? പ്രാർത്ഥനയായിരുന്നു. ആ ബന്ധം എന്തായിരുന്നു? പ്രാർത്ഥനയായിരുന്നു. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആ പ്രാർത്ഥന സ്വന്തമാക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം. നിങ്ങൾ എപ്പോഴും ഇരുന്നൊന്നും പ്രാർത്ഥിക്കുന്ന വെച്ചിട്ട് പറയണില്ല, പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒന്ന് സ്നേഹിക്കാൻ, വെറുതെ നമ്മൾ നടക്കുന്ന സമയത്ത് ഈശോ ഇന്ന് സ്നേഹിച്ചുകൊണ്ടായിരിക്കാൻ, ഇത് പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു. നമ്മൾ ഇനി വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളെ നമ്മൾ കാണുന്നുണ്ട്. എന്ത് തരം പ്രാർത്ഥനകളൊക്കെ ഉള്ളത്? എന്ത് തരം പ്രാർത്ഥനകളൊക്കെയാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളത്? എന്തൊക്കെ തരത്തിലാണ് നമ്മൾ പേരുകൾ പറയാറുള്ളത്? ജപമാല പ്രാർത്ഥനയുണ്ട്. ഇനി മറ്റൊരു വാക്കി പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും അല്ലേ? ഇപ്പം ഞാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന. ഇനി വേറെ നന്ദി പ്രകാശനം അല്ലെങ്കിൽ കൃതജ്ഞതാ പ്രാർത്ഥന എന്ന് പറയും അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്ത്? കൃതജ്ഞതാ പ്രാർത്ഥന. ഇനി ക്ഷമായാചന പ്രാർത്ഥനയുണ്ട് അല്ലേ? നമ്മൾ ക്ഷമ ചോദിച്ച് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾക്ക് ഈശോയെ എന്നോട് ക്ഷമിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, അങ്ങനെയൊക്കെ ബൈബിളിൽ പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? പാപിനിയായ സ്ത്രീ അല്ലേ? അവള് ഒറ്റ വാക്കിൽ പറഞ്ഞില്ലെങ്കിൽ പോലും അവള് പിന്നെ ഓടി വന്ന ഈശോയുടെ കാൽക്കൽ എന്താണ് സുഗന്ധദ്രവ്യം ഒഴിച്ച് അവൾ ഈശോയുടെ ക്ഷമ ചോദിക്കുകയാണ് അല്ലേ? അങ്ങനെ ഈശോ അവളെ അധികം സ്നേഹിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ഈശോ അവളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. ഇനി മറ്റൊരു പ്രാർത്ഥനയാണ് യാചന പ്രാർത്ഥന. നമ്മൾ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നതാണ് യാചന പ്രാർത്ഥന. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥന സ്വന്തമാക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപകാരികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം. അത് നമ്മൾ വേദനിപ്പിക്കുന്നവർക്കാകട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ കാൽവരിയിൽ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ആരൊക്കെ വേദനിപ്പിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടിയും യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവരെയും ചേർത്ത് പിടിക്കാനുള്ള കൃപ തരണേന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ? ആർ യു റെഡി? വഴിയും സത്യവും ജീവനുമായ ഈശോനാഥനെ നമുക്ക് തിരിച്ചറിയാം. വരൂ കൂട്ടുകാരെ, ഈശോയെ ഹല്ലേലൂയ പാടി നമുക്ക് സ്തുതിക്കാം. തിരുവിരുന്നിലെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടുത്ത ആഴ്ച ഒരു അടിപൊളി എപ്പിസോഡുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.